ബുദ്ധം ശരണം ഗച്ഛാമി, ധമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ലോകത്തെമ്പാടും നൂറ്റാണ്ടുകളായി നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ത്രിരത്ന വന്ദനങ്ങളാണിത്. ഈ ത്രിരത്ന വന്ദനങ്ങൾ നമുക്ക് ഈ മൂന്ന് വന്ദനങ്ങളും ഈ മൂന്ന് രത്നങ്ങളും കൂടിയേ മതിയാവും. അതെന്താണ് എന്ന് ഒരു ചെറിയ ഒരു വിശദീകരണമാണ്. നമുക്കറിയാം, ബുദ്ധം ശരണം ഗച്ഛാമി, ബുദ്ധനിൽ അഭയം പ്രാപിക്കുന്നു. നാം എന്തിനാണ് ബുദ്ധനിൽ അല്ലെങ്കിൽ ബുദ്ധ അവസ്ഥയിൽ അഭയം പ്രാപിക്കുന്നത്? ബുദ്ധ അവസ്ഥയിൽ നമ്മൾ അഭയം അല്ലെങ്കിൽ ബുദ്ധനെ അഭയം പ്രാപിക്കുമ്പോൾ പാപത്തിന്റെ മോചനമാണ്. പാപത്തിന്റെ മോചനം. ലോകത്ത് വിവിധ മതവിശ്വാസികളും പറയുന്നുണ്ട് പാപത്തെ പറ്റി. പല പല കൺസെപ്റ്റുകളാണ് അവർക്കൊക്കെ. ബുദ്ധൻ ഒരു വലിയ പാപത്തെ പറ്റി പറയുന്നുണ്ട്. ആ പാപത്തിന്റെ മോചനത്തിനാണ് നമ്മൾ ബുദ്ധനിൽ അഭയം പ്രാപിക്കുന്നത്. ബുദ്ധൻ പറയുന്ന പാപം എന്താ? ലോകത്തൊരു വലിയ പാപം ഉണ്ടെങ്കിൽ അജ്ഞതയാണ് ഏറ്റവും വലിയ പാപം. അജ്ഞത, അറിവില്ലായ്മ. ആ അറിവില്ലായ്മയാണ് നമ്മളെ എല്ലാ പാപങ്ങളും അല്ലെങ്കിൽ തെറ്റുകളും ചെയ്യിക്കാൻ കാരണമായി തീരുന്നത്. അന്നേരം അതാണ് ഏറ്റവും വലിയ പാപം ബുദ്ധൻ പറയുന്നത്. അന്നേരം ആ പാപമോചനം നമ്മൾ നേടണമെങ്കിൽ ബുദ്ധനിൽ അഭയം പ്രാപിക്കണം. എന്താണ്? അറിവ് ഇല്ലായ്മയെ പരിഹരിക്കണം, അറിവുള്ളവരായി മാറുക. ബുദ്ധാവസ്ഥ അല്ലെങ്കിൽ ബുദ്ധത്വം, അറിവ്, വിജ്ഞാനം, ശരിയായ അറിവ്, അത് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ തെറ്റുകളിൽ നിന്ന് പിന്മാറും. അതറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധനിൽ അഭയം പ്രാപിക്കുമ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് മോചനം നേടുന്നു എന്ന് പറയുന്നത്. അല്ലെ മറ്റു മതക്കാർ പറയുന്ന പോലെ പാപത്തിൽ നിന്ന് മോചനം നേടാൻ ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ എന്തെങ്കിലും പൂജ നടത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വലിയ സമ്പത്തുകൾ കൊടുക്കുമ്പോൾ പൂജയുടെ മൂല്യം കൂടുന്നത് പോലെയൊന്നുമല്ല ബുദ്ധൻ പറഞ്ഞത്. നിങ്ങൾ അറിവുള്ളവരായി തീരുക. യഥാർത്ഥമായ സത്യം അല്ലെങ്കിൽ യഥാർത്ഥമായ അറിവുള്ളവരായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾക്ക് തെറ്റുകളിൽ നിന്നും പാപത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാൻ കഴിയും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ബുദ്ധ ശരണം ഗച്ഛാമി. അടുത്തതായിട്ട് ധമ്മം ശരണം ഗച്ഛാമി. നമ്മൾ ധമ്മത്തിൽ അഭയം പ്രാപിക്കണം. ബുദ്ധൻ നമുക്ക് പറഞ്ഞു തന്ന ധമ്മം, പഞ്ചശീലങ്ങളും അഷ്ടാംഗ മാർഗങ്ങളും ഒക്കെ, അത് നമ്മുടെ ധമ്മാചാരികളും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ധമ്മത്തെ പറ്റി വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പഞ്ചശീലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അതില്ലാതെ ഈ പ്രപഞ്ചത്തിന് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ലോകത്തെല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കണമെങ്കിൽ പഞ്ചശീലങ്ങൾ ഉണ്ടായാലേ മതിയാവും. അന്നേരം അതിൽ നമ്മൾ ശരണം പ്രാപിക്കണം തീർച്ചയായും. അടുത്തതായിട്ട് സംഘം ശരണം ഗച്ഛാമി. നമ്മൾ സംഘത്തിൽ അഭയം പ്രാപിക്കണം. ഇപ്പോൾ നമ്മൾ സംഘത്തിലാണ് അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘത്തിൽ എന്തിനാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നത്? സാധാരണ മനുഷ്യർക്ക് പഞ്ചശീലങ്ങളോ അഷ്ടാംഗ മാർഗങ്ങളോ ഒന്നും തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സംഘത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ബുദ്ധഭിക്ഷുക്കളും അതുപോലെ ധമ്മാചാരികളും ഒക്കെ നമുക്ക് ലളിതമായിട്ട് ധമ്മത്തെ പറ്റിയും ബുദ്ധനെ പറ്റിയൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ നമുക്ക് അറിയിച്ചു തരും. മെഡിറ്റേഷൻ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ധമ്മാചാരികളും ബുദ്ധഭിക്ഷുക്കളും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അന്നേരം അവിടെ നമ്മൾ അഭയം പ്രാപിച്ചാലേ ബുദ്ധനെ പറ്റിയും ബുദ്ധന്റെ ധമ്മത്തെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ധമ്മത്തിൽ സംഘത്തിൽ അഭയം പ്രാപിക്കും. അന്നേരം ഇതെല്ലാം വെവ്വേറെയാണ്, എന്നാൽ എല്ലാം പ്രധാനവുമാണ്. എന്നാൽ ഏതെങ്കിലും ഒന്നിൽ മതിയോ എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. നമുക്ക് കാണാൻ കഴിയുന്നതാണ്, ബുദ്ധനെ പറ്റി ഒരുപാട് അറിവുകളും ജ്ഞാനവും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അവരാരും തന്നെ ധമ്മത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധ മതത്തിന്റെ ധമ്മത്തിന്റെ യഥാർത്ഥമായ വിജയത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല.
ധമ്മം പഠിച്ചവരുണ്ട്, പക്ഷെ അവർ ധമ്മത്തിൽ മാത്രം കുടികൊണ്ടാലും, പക്ഷെ അവർ സംഘത്തിലേക്ക് വന്ന് ധമ്മം ശരിയായവണ്ണം അറിയാവുന്നവർ സംഘത്തിൽ വന്നാൽ ഒരുപാട് പേർക്ക് ആ ധമ്മം പകർന്നു കൊടുക്കാൻ പറ്റും. ഭഗവാൻ ബുദ്ധൻ അതാണ് ചെയ്തത്. തന്നിലെ വെളിച്ചം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കും. അന്നേരം അവിടെ സംഘത്തിലേക്ക് വന്നാലേ അതാണ് അതിൻ്റെ ബന്ധം കിടക്കുന്നത്. അതുപോലെ തന്നെ സംഘം ശരണം ഗച്ഛാമി, സംഘത്തിൽ മാത്രം നമ്മൾ ശരണം പ്രാപിച്ച് ഇതെല്ലാം കിട്ടുമല്ലോ. അന്നേരം സംഘത്തിൽ ശരണം പ്രാപിക്കും, പക്ഷെ സംഘത്തിൽ മാത്രം ശരണം പ്രാപിച്ചാൽ മതി. അവിടെയാണ് നമ്മൾ സംഘത്തിൽ കൃത്യമായി നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്നു, പക്ഷെ ബുദ്ധനെയോ അല്ലെങ്കിൽ ധമ്മമോ ജീവിതത്തിൽ ഒന്നും തന്നെ പരിപാലിക്കാതെ നമ്മൾ പോയാൽ എങ്ങനെ ഇത് അവിടെയും പ്രശ്നമാണ്. അന്നേരം അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി ഇന്നും ലോകരാജ്യങ്ങളിലെല്ലാം ബുദ്ധം ശരണം ഗച്ഛാമി, ധമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന് പറയും. ഈ 3 ത്രിരത്നങ്ങളും നമുക്ക് കൂടിയേ മതിയാവും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ 3 വീലുള്ള ഒരു വാഹനം, അതിൻ്റെ ഏതൊരു വീലിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയാൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് 3 വീലും ഉണ്ടെങ്കിൽ അതിന് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അതുപോലെയാണ് ബുദ്ധധമ്മത്തിൻ്റെ വിജയത്തിന് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിലെല്ലാം ബുദ്ധവും അതുപോലെ തന്നെ ധമ്മവും സംഘവും എല്ലാം പൂർണ്ണമായും ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഈ സമൂഹത്തിനും വിജയിക്കാൻ കഴിയൂ.